ഹലോ ഡേഡീസ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ഒരു ട്രേഡിംഗ് ഡേ. ന്യൂ ഇയർ ആയതുകൊണ്ടാകാം രാവിലെ അത്ര വലിയ വോളിയൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റാലി രേഖപ്പെടുത്തി. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ റാലി ഉണ്ടാക്കിയത് അത്രയും പോയിന്റ് ചോർന്നു പോകുന്ന ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് ഈ വർഷത്തിലെ ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയത്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ ആദ്യം പരിശോധിക്കാം. 21,689 ഓപ്പൺ ചെയ്ത നിഫ്റ്റി 140 പോയിന്റ് ഉയർന്ന് 21,840 വരെ റാലി രേഖപ്പെടുത്തി. മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 140 പോയിന്റ് ശക്തമായി എത്രയാണ് ഇന്ന് നിഫ്റ്റി ഗെയിൻ ചെയ്തത് അത്രയും തന്നെ ഫോളായ ഒരു കാഴ്ചയാണ് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 10 പോയിന്റ് മാത്രം നിഫ്റ്റി ഗെയിൻ ചെയ്തു. സെൻസെക്സ് 169 പോയിന്റും ബാങ്ക് നിഫ്റ്റി 57 പോയിന്റിൻ്റെയും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് നെസ്ലെയാണ്. 3% റാലി. ഇവരുടെ എല്ലാം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നെസ്ലെ 3% റാലി. അദാനി എൻ്റർപ്രൈസസ് 3%, അദാനി പോർട്ട്, ടെക്കം, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ഇന്ന് പ്രധാനമായിട്ടും ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് വിശദമായിട്ട് അതിനെ ഡിസ്കസ് ചെയ്യാം. ഓട്ടോ ഐഷർ മോട്ടേഴ്സ്, ഭാരതി എയർടെൽ, M&M, ബജാജ് ഓട്ടോ, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസ് 3% മുതൽ 2.5% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റി സ്പോട്ട് ഇപ്പോൾ കാണാം 21,750, 21,700 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 22,000 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. PCR 1 എന്ന നിലയിലാണ് നിഫ്റ്റിയിലുള്ളത്. ഇനി നാളത്തെ നമുക്ക് എക്സ്പയറി ഉള്ളത് ഫിൻനിഫ്റ്റിയാണ്. ഫിൻനിഫ്റ്റി 21,000 ആണ്. ലോങ് ഗ്രീൻ ക്യാനിൽ കാണാം. അത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 21,000 റേഞ്ച്. 21,450 ആണ് സ്പോട്ടുള്ളത്. 21,500 ആണ് മേജർ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. PCR 0.8 ആണ്. സ്ലൈറ്റ്ലി നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ബേറിഷായിട്ട് ഇപ്പോൾ ഫിൻനിഫ്റ്റി കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ഇന്ന് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാനായിട്ട് പ്രത്യേക ന്യൂസോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ പിന്തുണയോ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ന്യൂസ്, ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പുകൾ അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. റിക്ടർ സ്കെയിൽ 7.4 രേഖപ്പെടുത്തി. ആളുകൾ മാറ്റി പാർപ്പിച്ചു. ഹെൽപ്പ് ലൈൻ നമ്പറുകളെല്ലാം തന്നെ ഇന്ത്യയും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഉയർന്ന ഏകദേശം 3,500 വീടുകളിൽ ആ ഒരു പ്രദേശത്ത് വൈദ്യുതി ഇല്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, ഈ ഒരു ന്യൂസ് മാത്രമാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് സമയത്ത് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാണോ മാർക്കറ്റ് ഫോൾ ആകാനായിട്ടുള്ള കാരണം? അതല്ല, സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ എന്ന് കൃത്യമായി നമുക്ക് ധാരണയില്ല. എനിവേ, ഗ്ലോബൽ സൈഡിൽ നിന്ന് ഈ ഒരു ന്യൂസാണ് നമുക്ക് വന്നിട്ടുള്ളത്. മറ്റുള്ള സംഘർഷ സാധ്യതകളെല്ലാം തന്നെ ഉക്രൈനിലും റഷ്യയിലും മെഡിറ്ററേനിയൻ സീയിലും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുമാണ്. BHEL ബന്ധപ്പെട്ടുള്ള ന്യൂസ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് കമ്പനിയാണ്. 5% റാലി ഇന്ന് കമ്പനി രേഖപ്പെടുത്തി. 19,422 കോടി രൂപയുടെ ഒരു ഓർഡർ, ഒരു പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ഇവർക്ക് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി, ഹോസ്പിറ്റൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ് ഫോർട്ടിസ് ഹെൽത്ത് കെയർ. ഇവർ ഏകദേശം ഒരു 6% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ കേന്ദ്രമായിട്ടുള്ള നുമോറ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ഫോർട്ടിസ് ഹെൽത്ത് കെയറിൻ്റെ ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തതാണ് ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്താനായിട്ട് കാരണം. കരൂർ വൈശ്യ ബാങ്ക്, ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 12.5% ഉയർന്നു. അഡ്വാൻസ് 17% ഒരു ഉയർച്ച കണ്ടുവെന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. ഡാംബർ ഷുഗർ കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, ഡാംബർ ഷുഗർ മിൽസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ അടുത്ത ഇവരുടെ ബോർഡ് മീറ്റിങ്ങിൽ കമ്പനി എടുക്കും. ഐഡിയ സ്റ്റോക്ക് ഇന്ന് 6% റാലി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം ഒരു 20% അടുത്ത് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓൾ ടുഗദർ കമ്പനി ഏകദേശം ഒരു 25% റാലി 2 ദിവസം കൊണ്ട് കിട്ടി. കമ്പനീനെ സംബന്ധിച്ച്
ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ന്യൂസ്, കമ്പനി 2000 കോടി രൂപ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡിസംബർ മാസം തീർന്നു, ഇതുവരെ ഫണ്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് ഇവരുടെ ആനുവൽ സെയിൽസിൽ 6% ഗ്രോത്ത് ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സൂര്യ രോഷിനി കമ്പനി LED ബൾബിൻ്റെ നിർമ്മാതാക്കളാണ് സൂര്യ രോഷിനി കമ്പനി. അപ്പോൾ ഇവർ ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ട്, കടരഹിതമായിട്ടുള്ളൊരു കമ്പനിയായിട്ട് കമ്പനീനെ പ്രഖ്യാപിച്ചു എന്നുള്ളൊരു ന്യൂസ്. ഇനി പാരാസ് ഡിഫൻസ് കമ്പനി ക്വാണ്ടം കമ്മ്യൂണിക്കേഷനായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. സ്നോമാൻ ലോജിസ്റ്റിക് കമ്പനി ലോജിസ്റ്റിക് രംഗത്തെ ലീഡിംഗ് കമ്പനിയാണ്. ഇപ്പോൾ ഇവരുടെ ലോജിസ്റ്റിക് കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ന്യൂസ്. SSWL കമ്പനി 68% ഗ്രോത്ത് മന്ത്ലി സെയിൽസിൽ ഇവർ അച്ചീവ് ചെയ്തു. M&M ഇവരുടെ SCV സെയിൽസ് എല്ലാം തന്നെ 24% ഒരു അപ്സൈഡ് കമ്പനി ലഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് കമ്പനി ഇവരുടെ SCV സെയിൽസ് എല്ലാം തന്നെ 5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. മാരുതി ടോട്ടൽ സെയിൽസ് 1.3% ഫോൾ ആയിട്ടുണ്ട്. ഈ തവണ 1.37 ലാക്സ് യൂണിറ്റുകളാണ് സെല് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഇയറിൽ ഇതേ സമയത്ത് 1.39 ലാക്സ് കമ്പനി സെല് ചെയ്തിരുന്നു. എന്നാൽ കമ്പനി ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കമ്പനി 20 ലക്ഷം യൂണിറ്റുകൾ കമ്പനി ഇതുവരെ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അച്ചീവ്മെൻറ്റ് കമ്പനിക്ക് ലഭിച്ചു. ബജാജ് ഓട്ടോ ഇവരുടെ സെയിൽസ് 3.26 ലാക്സ് ആണ്. ഇവർ കഴിഞ്ഞ വർഷത്തെ ആയിട്ട് സെയിൽസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 16% ഒരു അപ്ഗ്രേഡ് ഉണ്ടായിട്ടുണ്ട്. ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന പ്രമുഖ കമ്പനിയായിട്ടുള്ള എസ്കോട്ടിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്. ഇവരുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നു. സെയിൽസ് ഫിഗർ സ്ലൈറ്റ്ലി ഫോൾ ആണ്, ഏകദേശം ഒരു 19% ഫോൾ രേഖപ്പെടുത്തി. ഈ തവണ 4536 യൂണിറ്റുകളാണ് കമ്പനിക്ക് സെല് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 5572 യൂണിറ്റുകൾ കമ്പനിക്ക് സെല് ചെയ്യാൻ പറ്റിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റോ US മാർക്കറ്റോ ഇല്ല, അവധിയാണ്. ഈവൻ ഏഷ്യൻ മാർക്കറ്റ് ഉൾപ്പെടെ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് ഇതുവരെയുള്ള മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ വിലയിരുത്താനായിട്ട് വേറൊരു ബെഞ്ച് മാർക്കില്ല. ഉള്ള ബെഞ്ച് മാർക്ക് ഡോ ഫ്യൂച്ചറാണ്. ഡോ ഫ്യൂച്ചർ നമ്മളെ മാർക്കറ്റ് രാവിലെ ക്ലോസ് ചെയ്ത് മുതൽ ഒരു ഫ്ലാറ്റായി യാതൊരു വോളിയും ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ നോക്കാൻ സാധിക്കുന്നത് നമുക്ക് ക്രിപ്റ്റോയാണ്. ക്രിപ്റ്റോ 42,600 എന്ന നിലയിലാണ് ക്രിപ്റ്റോ നിൽക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളോ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ട് വിലയിരുത്താനായിട്ട് യാതൊരു കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത നാളെ ഇനി ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവണം. സ്വാഭാവികമായിട്ടും ഏഷ്യൻ സൈഡിൽ നിന്ന് സുനാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇത് മാർക്കറ്റിനെ ഇടിക്കുമോ അല്ലെങ്കിൽ ഉയർത്തുമോ എന്നുള്ള ഒരുപാട് മെസ്സേജുകൾ വന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഒരു ന്യൂസ് മാർക്കറ്റിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി പ്രവചനം നടത്താൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും സുനാമി വരിക എന്നുള്ളത് സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. പക്ഷെ അതൊരു ഏഷ്യൻ ഭാഗത്തു നിന്ന് ആയതുകൊണ്ട് മദർ മാർക്കറ്റ് US ഏത് രീതിയിലാണ് ഇമ്പാക്റ്റുകൾ വരിക എന്നുള്ളത് ഇനി വരുന്ന മുന്നോട്ടുള്ള ന്യൂസുകളൊക്കെ കണ്ടതിന് ശേഷം, വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എനിവേ, നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസുകളായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.